കബനിഗിരിയിൽ കടുവയുടെ ആക്രമണം. പശുക്കിടാവിനെ കടുവ കൊന്നു തിന്നു. കബനിഗിരി ക്ഷീരസംഘം മുൻ പ്രസിഡന്റ് മാത്യു പൂഴിപ്പുറത്തിന്റെ മറ്റു പശുക്കൾക്ക് നേരെയും കടുവയുടെ ആക്രമണമുണ്ടായി. അനീസ് അലി വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. അനീസ്, എന്താണ് സംഭവം? ലൈറ്റിട്ട് നോക്കുമ്പോൾ പശുവിനെ കെട്ടിയൊന്നും കാണുന്നില്ല. കുറച്ച് മാറി പശു നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഡാവിനെ നോക്കുമ്പോൾ ചെറിയ ഡാവിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഡാവിനെ ഏതായാലും പിടിച്ച് നോക്കിയാൽ പിന്നെ രാത്രി ആയാലും പോയി നോക്കിയില്ല. ഫോറസ്റ്റുകാർ 5 മണിയായപ്പോൾ വന്നിരുന്നു. മെമ്പറെ വിളിച്ച് പറഞ്ഞു ഫോറസ്റ്റുകാർ 5 മണിയായപ്പോൾ വന്നു കഴിഞ്ഞ് പിന്നെ രാവിലെയാണ് നോക്കുമ്പോഴാണ് ഡാവിൻ്റെ ഒരു 50 മീറ്റർ താഴെ ഡാവിൻ്റെ ശരീരം ഭക്ഷിച്ചതിൻ്റെ ഒരു കുറച്ച് ഭാഗം ബാക്കി കിടപ്പുണ്ട്. ബാക്കി മുഴുവൻ കടുവ ഭക്ഷിച്ച് ഉള്ള നിലയിലാണുള്ളത്. പശുവിനെ കഴുത്തിറക്കിയിട്ട് നന്നായി പരിക്കുണ്ട്. പശു രക്ഷപ്പെട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. ആ കണ്ടീഷനാണ് ഇപ്പോൾ. അനീസ് അലി വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. അനീസ്, എന്താണ് സംഭവം? നിഷാദ്, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പുൽപ്പള്ളി നമുക്കറിയാം, നേരത്തെ തന്നെ വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യം ഉള്ള പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ മാമൻ എന്ന് പറയുന്ന ആളുടെ പശുക്കിടാവിനെയാണ്, 6 മാസം പ്രായമുള്ള പശുക്കിടാവിനെയാണ് തൊഴുത്തിൽ നിന്ന് കടുവ പിടിച്ചത്. അതോടൊപ്പം തന്നെ തൊഴുത്തിൽ നിർന്നിരുന്ന ഒരു കറവ പശുവിനെ കൂടി കടുവ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ജീവൻ നഷ്ടമായിട്ടില്ല. പക്ഷേ കഴുത്തിൽ മാരക മുറിവേറ്റിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രയാസമാണ് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. ഈ രാത്രി ഈ പശുക്കിടാവിൻ്റെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കി ലൈറ്റ് ഇട്ടപ്പോൾ കടുവ ആക്രമിക്കുന്ന ഈ പശുക്കിടാവിനെയുമായി പുറത്തേക്ക് ഓടുകയായിരുന്നു. അതിനുശേഷം രാവിലെ നോക്കുമ്പോഴാണ് ഈ തൊഴുത്തിൽ നിന്ന് 200 മീറ്റർ മാറി പശുക്കിടാവിൻ്റെ ജഡം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഭീകരമായൊരു അന്തരീക്ഷമാണ് പ്രദേശത്തുള്ളത്. കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇത് ആക്രമിച്ചത് കടുവ തന്നെയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മുറിവുകളും ഈ നഖത്തിൻ്റെ പാടുമൊക്കെ പരിശോധിച്ചാണ് ഈ കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നിഷാദ്, ശരി.